അടക്കം അഞ്ച് അഞ്ച് ആറ് കണ്ടമാനം കുഞ്ഞുങ്ങളുടെ ഇടയിലേ ലോഡാണോ നമ്മ തീറ്റിട്ട് കൊടുക്കുമ്പോ വരുമോ? അരാപ്പയ്മൊന്നുമല്ല, ചെമ്പല്ലികള്. ഇത് കുഞ്ഞിനിട്ടൊക്കെയായിരുന്നല്ലേ? വേറൊരു കെട്ടിലോട്ട് പോകണ്ട. ഇതിലാണ് കാളാഞ്ചികളുടെ ബ്രീഡ് ചെയ്യാൻ പറ്റിയ വലിയ കാളാഞ്ചികൾ. അതായത് 8-10 കിലോ ഒക്കെ തൂക്കമുള്ള കാളാഞ്ചികളാണ് ഈ കെട്ടിലുള്ളത്. അപ്പോൾ ഈ കാണുന്ന കെട്ടിന്ന് നമ്മളിന്നൊരു 6000 കാളാഞ്ചി കുഞ്ഞുങ്ങളെ വീശി പിടിക്കാൻ പോകണം. വീശൽ ഉപയോഗിച്ചിട്ട് വീശി പിടിച്ചിട്ട് അപ്പോൾ നമ്മുടെ അജിക്കും അജിയുടെ അച്ഛനും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് 6000 കാളാഞ്ചി കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ന് വീശാനായിട്ട് പോകുന്ന പരിപാടിയാണ് കേട്ടോ. ബാ എല്ലാവർക്കും നമ്മുടെ ടോമി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, പുതുതലമുറയെ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഇഷ്ടം പോലെ പേര് എനിക്കറിയാം നേരിട്ട് തന്നെ. പക്ഷെ ആ ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്തായാലും എടുത്തു വെച്ചിരിക്കണം. അവരിൽ തന്നെ മത്സ്യകൃഷിയോടും അല്ലെങ്കിൽ മത്സ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടം പോലെ പേര് എനിക്ക് നേരിട്ട് അറിയാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കോൾസും അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. ഈ കാണുന്ന ഒരു സീൻ കണ്ട നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെ ഒരു അച്ഛനും മകനും തുടങ്ങി വെച്ചൊരു ഫാമാണ്. തുടങ്ങി വെച്ചതെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെ ഇവര് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ എത്ര പീസ്? 6000 പീസിന്റെ ഓർഡർ ഉണ്ട്. ഇപ്പൊ ഇന്നിപ്പോ 6000 കുഞ്ഞുങ്ങളെ ഇതിന്ന് പിടിച്ചോ. ഇത് കേട്ടില്ലേ നിങ്ങൾ? ആയിരക്കണക്കിന് മീൻ കുഞ്ഞുങ്ങളുണ്ട് ഇവർ ഡെയിലി സെയിൽ ചെയ്യുന്നത്. ഇതുപോലുള്ള മീൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുക മാത്രമല്ല, ഇവർക്ക് മത്സ്യകൃഷി വേറെയും ഉണ്ട്. അതായത് പൂമീൻ അല്ലെങ്കിൽ കാളാഞ്ചി, തിരി, തക്കാരി മീൻ, പിലോപ്പി ഈ തുടങ്ങിയ മീനുകളല്ല എന്തിന് ഞണ്ടിനെ പോലെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻ കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ആധുനികമായ രീതിയിൽ തന്നെയാണ് ഇവരിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഈവൻ ഇവരിവിടെ കാളാഞ്ചിയെ നേരിട്ട് ബ്രീഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഇതിൽ കിടക്കുന്ന ഓരോ കാളാഞ്ചിക്കും 8 കിലോ 6 കിലോ അല്ലെങ്കിൽ 10 കിലോ വരെ തൂക്കുണ്ട്. പുഴയിൽ നിന്ന് പലരായിട്ട് പിടിക്കുന്ന കാളാഞ്ചികളെ പൈസ കൊടുത്തിട്ട് ഇവർ വാങ്ങിച്ചിട്ട് ഇവരുടെ ഈ കെട്ടിലിട്ട് വളർത്തുന്നതാണ്. അതിനൊരു ലക്ഷ്യവും ഉണ്ട് കേട്ടോ. ഈ കാളാഞ്ചികളെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് ഇവര്. ഇത് കണ്ടില്ലേ നിങ്ങൾ? അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അയിലുണ്ടോ, ഒരുത്തൻ മാത്രം ഒറ്റയടിക്ക് വിഴുങ്ങിക്കൊണ്ട് പോയത്. ഇറങ്ങണുള്ളൂ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിൽ. എന്തിട്ടാണത്? കുഞ്ഞുങ്ങളത് പുറത്തുനിന്ന് കയറണല്ലേ? ഇത്രയും വലിയ കളഞ്ഞാൽ ഒരുമിച്ചാണ് ആദ്യമായിട്ടാണ് വന്നത്. നമ്മുടെ അജിത്തിൻ്റെയും നമ്മുടെ രാജേൻ്റെയും വീടിനോട് ചേർന്നിട്ടുള്ള കെട്ടിൽ വളർത്തുന്ന കാളാഞ്ചികളാണ് ഈ കാണുന്നതല്ല. അതായത് കാളാഞ്ചി കുഞ്ഞുങ്ങളാണ് ഈ കെട്ടിലുള്ളത്. കാളാഞ്ചി കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ മീൻ കൃഷി ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കാളാഞ്ചി കുഞ്ഞുങ്ങളാണ് അതേ ആ നിരനിരയായിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഒറ്റ പോക്കാണ് പോയത്. ഓരോ മത്സ്യകൃഷി ചെയ്യുന്നവർക്കും എത്ര കുഞ്ഞുങ്ങൾ വീതമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിമിഷം നേരം കൊണ്ട് ഈ പൊയ്കയിൽ നിന്നും അവർ പിടിച്ചു തരോട്ടെ നിങ്ങൾക്ക്. ഇവർക്ക് ഇപ്പോൾ എന്തായാലും ഒരു 6000 കുഞ്ഞുങ്ങളുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. ഓൾറെഡി അവർ പിടിച്ചു വെച്ചേക്കുന്ന, അതായത് ഇവരുടെ വലിയ കെട്ടിൽ നിന്ന് പിടിച്ചു വെച്ചേക്കുന്ന കുഞ്ഞുങ്ങളെ കൂടാതെ ഇനിയും ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാണുന്ന വീശോലി ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി വീശി പിടിക്കാനായിട്ട് പോകേണ്ട കുഞ്ഞുങ്ങളെ. ഇപ്പോൾ ഈ കാളാഞ്ചി കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് വീശാൻ ഉപയോഗിക്കുന്ന വലയാണിട്ടത്. ഇങ്ങനത്തെ പണിയല്ലേ നമ്മൾ തീറ്റിട്ട് കൊടുക്കാൻ പോവാണ് കാളാഞ്ചി കുഞ്ഞുങ്ങളെ. നമ്മുടെ അജിതെ കെട്ടിലോട്ട് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാളാഞ്ചി കുഞ്ഞുങ്ങളെല്ലാം കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീശി പിടിക്കാനായിട്ടുണ്ട് പ്ലാൻ. നമ്മുടെ അജിയുടെ അച്ഛൻ രാജനാണ് വീശാൻ പോകുന്നത്. പുള്ളിക്കാരന് വീശാനൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ദേ വീശി പിടിക്കുന്നത് കണ്ടോട്ടെ കുഞ്ഞുങ്ങളെ.
വിരിഞ്ഞില്ലേ? ആ ഒരു വീശിൽ വീശിയപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് കുഞ്ഞുങ്ങളൊന്നും കയറിയിട്ടില്ല, എസ്കേപ്പായി പോയി എന്നാണ്. പക്ഷെ ഒരു കാഴ്ചയാണ്, നിങ്ങൾ തിളക്കം കണ്ട പിടിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ ബേബി. നോക്കി തിളങ്ങനുണ്ട കാളാഞ്ചി കുഞ്ഞുങ്ങളുണ്ട. നമുക്ക് അങ്ങോട്ട് കൊണ്ടേ കൂടെ കണ്ടമാനം കുഞ്ഞുങ്ങളുടെ ഇടയില് ലോഡാണോ? നേരെ എടുത്തോട്ടെ. മിക്സ് ആണല്ലേ ഇത്? ആൾക്കാരില്ലേ ഇതിനാൾക്കാർ മുഖ്യ മീന് ഇത് മതിയെന്ന് പറഞ്ഞേ. മീനുണ്ട് കൂടുതൽ നേരായിട്ട് പറയണേ. ഇല്ല ഇതുകൊണ്ട് ആപ്പലിടണം. അതിന് മാറ്റം പറഞ്ഞത് അപ്പുറത്തൊരെണ്ണം പോയി ചാടിപ്പോയിട്ടുണ്ട് കേട്ടാ, ചേട്ടൻ്റെ കാലിൻ്റെ അപ്പുറത്ത്. കണ്ട ഇതുപോലെയുണ്ട് കാളാഞ്ചി കുഞ്ഞുങ്ങൾ ഒരു വീശി പിടിച്ച് കൊടുക്കുന്നത്. അപ്പം ഇന്ന് എന്തായാലും 6000 കുഞ്ഞുങ്ങൾക്കാണ് ഓർഡർ. അപ്പോൾ അതേ നമ്മുടെ രാജേട്ടൻ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ ഒറ്റയ്ക്ക് എണ്ണിയാൽ തീരില്ല. അപ്പോൾ എല്ലാവരും കൂടി എണ്ണി അത് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ബോറടിക്കും. 6000 കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ ക്ഷമയും വേണം, കോൺസെൻട്രേഷനും വേണം. അങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അത് 12 സെന്റിമീറ്റർ ഉണ്ടാവില്ല, 12 സെന്റിമീറ്ററോളം വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന് 42 രൂപയാണ് വില വരുന്നത്. അങ്ങനെ വലിപ്പം അനുസരിച്ച് 35 രൂപയുടെ മുതൽ അല്ലെങ്കിൽ ഒരു 60-70 രൂപയുടെയൊക്കെ വരെ കുഞ്ഞുങ്ങളിവിടെ അവൈലബിൾ ആണ്. ചെറിയൊരാണ്ട് കൂടുതലാണ്, വലുതായിട്ട് വിറ്റത് പിന്നെ അവരവിടെ തന്നെ ഇതായിക്കോളും. ചെറിയൊരെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരോട് ചോദിക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ കരിമീനോ പിലോപ്പിയോ കാളാഞ്ചിയോ ചെമ്പല്ലിയോ അല്ലെങ്കിൽ പൂമീൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അവരോട് ചോദിക്കാട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഈ മീൻ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ പറയണം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ ബൈ.